രാഹുൽ വീണ്ടും മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, സജീവമായിട്ടിരിക്കുകയാണ്. അതൊരു നേതൃത്വത്തിന്റെ ഒരു ആശീർവാദം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അല്ല, അപ്പൊ അതിന് അദ്ദേഹം MLA ആയിട്ട് തുടരുന്നുണ്ടല്ലോ. അപ്പൊ അത് അയാൾ വരണോ വേണ്ടയോ, അസംബ്ലി പോകണോ വേണ്ടേന്ന് അയാൾക്ക് തീരുമാനിക്കാമെന്ന് KPC പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ ഇപ്പൊ ഞാൻ വേറെ അഭിപ്രായം അതിനകത്ത് പറയേണ്ടതില്ലല്ലോ. KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ കൂടുതൽ. പാർട്ടിയുടെ ഒരു പിന്തുണ കൂടി ഉണ്ടോ? അല്ലെന്താ KPCC പ്രസിഡന്റ് പറഞ്ഞത്, അതും KPC പ്രസിഡന്റോട് ഒരു തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ പ്രസിഡന്റ് തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിന് കവർ ചെയ്തിട്ടിപ്പോ ഞാൻ വേറെ ഒന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഇത് പിന്നെ എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനങ്ങളാണെന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ വേറെ സംശയങ്ങൾ ഉണ്ടാക്കാനില്ല. അപ്പൊ ഇന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞത് വേറെ ഡൗട്ട്സ് അതിനകത്ത് ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആൾക്ക് പോലും ഞാൻ കൈ കൊടുത്തു എന്നുള്ളത് അദ്ദേഹം എന്ന് പറയുന്ന രാവിലെ പ്രതികരണങ്ങൾ കേട്ട. അപ്പം ഞാൻ മാധ്യമപ്രവർത്തകരോടും ഞാൻ പറയുന്നു, നിങ്ങളും അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ ന്യൂസിന്റെ അജണ്ട ഫിക്സ് ചെയ്യുമ്പോൾ ഇത് തന്നെ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡന്റ് കേരളത്തിലെ സംഭവവികാസം എന്നുള്ള തരത്തിൽ അത്തരം വാർത്തകൾ ചിലത് കൊടുക്കുന്നതും ചില വാർത്തകൾ ഉണ്ടാക്കുന്നതും ചിലത് ഭാവനയിൽ നിന്ന് വരുന്നതും ഒക്കെ ആയിട്ടില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ പാലക്കാട് വന്നപ്പോൾ തന്നെ പാലക്കാട്ടെ മാധ്യമ പ്രവർത്തകർ, നിങ്ങൾക്ക് തന്നെ അത്രയും അറിയാവുന്ന മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ കൊടുത്ത വാർത്ത എന്താ? ഞാൻ ചന്ദ്രേട്ടന്റെ വീട്ടിൽ പോയി ഗ്രൂപ്പ് യോഗം ചേർന്ന് ചന്ദ്രേട്ടൻ എവിടെ നിന്നിരുന്നപ്പോ മൂകാംബിക നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വാർത്ത എന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ചില മാധ്യമപ്രവർത്തകർ പറഞ്ഞു അത്രയും കൺഫേംഡ് സോഴ്സ് ആണെന്ന് വെച്ചാൽ ഞാൻ പോയിട്ടേ ഇല്ലാത്ത സ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗത്തേ പോയിട്ടില്ല എന്ന് നേരിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും കൺഫേംഡ് സോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർത്ത കൊടുത്തു. അപ്പൊ അത്തരം ഭാവനകളിൽ നിന്നുള്ള വാർത്ത കൊടുക്കൽ നിർത്തണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞാൻ പറഞ്ഞത്. KPCC പ്രസിഡന്റ് അതിനകത്ത് മറുപടി പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് അതിനകത്ത് മറുപടി പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, KPC പ്രസിഡന്റിനോട് നിങ്ങൾ തിരുവനന്തപുരത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെ? അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് അല്ല, എന്റെ ചോദ്യം ഇപ്പൊ നിങ്ങൾ കുറെ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനി ഒരാളും മിണ്ടാൻ പാടില്ല, ഇനി ഒരാളും അടുത്ത് പോകാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. ആ ചോദ്യത്തിനുള്ള മറുപടി KPC പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെയും നിങ്ങൾ ആവർത്തിച്ച് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നിങ്ങളുടെ കാരണം എന്ന് പറയുന്നത് ഇതിലെ വാർത്തകളിലേക്ക് നിങ്ങളുടെ വാർത്താ സ്പേസിനെ കൊണ്ടുപോകാന്നുള്ളതാണ്. അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് KPC പ്രസിഡന്റ് പറഞ്ഞതിൽ കൂടുതൽ ഞാൻ ഈ കാര്യത്തിലേക്ക് മുമ്പ് പ്രതികരിച്ചിട്ടുള്ളതാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. KPC പ്രസിഡന്റ് പറഞ്ഞ കൂടുതൽ ഒരു വാക്കും ഞാൻ അതിൽ കൂടുതലോ കുറവോ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ എന്താ? അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ പിന്നെ അതാണ് വാർത്ത. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷനോ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ പിന്നെ ഇതാണ് വാർത്ത. പിന്നെ അതിന്റെ കൂടെ വാർത്താ സ്പേസും പോവുക. അപ്പൊ അതിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നിൽക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. മറ്റു വിഷയങ്ങളുണ്ട്, ഗവൺമെന്റിനെതിരായിട്ടുള്ള ചെയ്തികളുണ്ട്. രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് പിന്തുണയുണ്ട്. അത് കോൺഗ്രസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തുന്നു. കോൺഗ്രസ് കേൾക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ? കോൺഗ്രസ് എല്ലാ വീടുകളിലേക്കും അതുമായിട്ട് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഒരു പക്ഷേ ഈ വോട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിയേക്കാമെന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നേതൃത്വം എടുക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അജണ്ടകൾ ക്ലിയർ ആണ്. ഈ ഗവൺമെന്റിന്റെ പോലീസ് നയങ്ങളിലെ വീഴ്ചകളുണ്ട്, അതിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. വലിയ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ, ഗവൺമെന്റിന്റെ വീഴ്ചകളിലെ പ്രക്ഷോഭങ്ങൾ, സംഘടനാ പരിപാടികൾ, തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ, അതൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു വശത്ത് CPM അവരുടെ അധിക്ഷേപ പരമ്പര കൊണ്ട് അതിനെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വാക്കോ വരിയെ കിട്ടിയിട്ട് അത് നിങ്ങളുടെ ഭാവനയും കൂടെ ചേർത്തിട്ടുള്ള പല വാർത്തകളും സ്പേസ് ഇന്നിപ്പോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പിനെ പറ്റി പോലും ഇന്ന് രാവിലെ വാർത്തകൾ അങ്ങ് വരികയാണ്. പാർട്ടി എടുക്കാത്ത തീരുമാനം അല്ലെങ്കിൽ പാർട്ടി ആലോചിച്ചതോ ആലോചിക്കാത്തോ ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങളുടെ ചില ചാനൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടത്തിയായിരുന്നു. കോൺഗ്രസിന്റെ കുറച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപനം നടത്തുമ്പോൾ കുറച്ച് പാർട്ടി കാര്യങ്ങളൊക്കെ ചെയ്യാനും തീരുമാനിക്കാനുള്ള
ഒരു സ്പേസ് ഞങ്ങൾക്ക് തന്നെ വിട്ടു തരണം. നിങ്ങൾക്ക് അല്ലാതെ മറ്റു കാര്യങ്ങൾ അത് സമയം അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പൊ രാജിവെച്ചത് കൊണ്ടാണ് ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ് ഇല്ലാത്തത്. പുതിയ പ്രസിഡന്റിനെ മതിയായ ചർച്ചകളിലൂടെ IYC നേതൃത്വം അത് കണ്ടെത്തും. അതിന്റെ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവും. അത് KPC പ്രസിഡന്റ് അതിനെന്താ പറഞ്ഞേ? അപ്പൊ പുള്ളി പറയാത്തതിനേക്കാൾ അധികം ഞാൻ പറയണം എന്നാണോ? പാർട്ടിയുടെ പ്രസിഡന്റിന്റെ പ്രതികരണത്തെക്കാൾ കൂടുതൽ പുള്ളി അധികം പറയാത്തത് കൊണ്ട് ഞാൻ പറയണമെന്നല്ല. മറ്റേ തന്നെ വീണ്ടും അതന്നെ അല്ലേ? ഞാൻ പറഞ്ഞല്ല അതിനെല്ലാം മറുപടി. രാജിവെക്കുമോന്ന് നിങ്ങൾ പറയുമോ എന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഷാഫി പറയുമോ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാൻ പറയുമോ എന്നാണ്. അല്ല ഇനിയിപ്പോ ഞാൻ പറയേണ്ടത് എന്താണെന്ന് കൂടെ ഇനിയിപ്പോ അവരുടെ നമുക്ക് എഴുതി മേടിക്കാം. അവര് കോൺഗ്രസ് പൊളിറ്റിക്സ് എന്ത് വേണമെന്നുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വിട്ടുതന്നോളൂ. അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതിപ്പോ CPM ജില്ലാ സെക്രട്ടറി തീരുമാനിക്കേണ്ട. പിന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ എന്നെ സ്വീകരിച്ച ഞാൻ ഇത്ര നേരമൊക്കെ ഞാൻ പറഞ്ഞു. അതിൽ KPCC പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അതിൽ കുറഞ്ഞും ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നതല്ല. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇനിയിപ്പോ അതിലൊരു വാർത്ത ഇപ്പൊ ഇന്നത് ഉണ്ടാക്കണം. ഞാനിത് പറഞ്ഞു വേണ്ട. നിങ്ങൾക്കൊരാഗ്രഹം ഇനിയിപ്പോ ഇന്നത്തെ മറ്റെല്ലാ കാര്യങ്ങളും വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് അതിലൊരു വാർത്ത ഉണ്ടാക്കണം. നിങ്ങൾ സസ്പെൻഷന്റെ ഒക്കെ പിന്നെ ഡെഫിനിഷൻ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പാർട്ടി തീരുമാനം പാർട്ടി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഗ്രൂപ്പ് തർക്കമാണ് ഇതുവരെ രാഹുലിന് പകരക്കാരനെ കണ്ടുപിടിക്കാനാകാത്തത്. അടിത്തട്ടിലും മേൽത്തട്ടിലുമുള്ള തർക്കമാണോ? എന്തൊരു ആവേശം നോക്കിയേ. അങ്ങനെ പിന്നെ അതിനകത്ത് പിന്നെ യോഗ്യരായിട്ടുള്ള ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്നൊരാളെ കണ്ടെത്താൻ മതിയായിട്ടുള്ള കൺസൾട്ടേഷൻ വേണ്ടി വരും, മതിയായിട്ടുള്ള ആലോചന വേണ്ടി വരും. ഇതൊരു അൺഫോർസീൻ ഇവന്റ് ആണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പം പെട്ടെന്നൊരു രാജി ആരും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തീരുമാനപ്രകാരം അദ്ദേഹവും പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തു, അങ്ങനെ വന്നു. അപ്പൊ അതിന്റെ ശേഷമുള്ള ആളെ കണ്ടെത്താൻ ഒരു കൺസൾട്ടേഷൻ വേണ്ടി വരും. കാരണം അതൊരു പ്രോസസ്സിലൂടെ വന്ന ഒരു പ്രക്രിയയിലൂടെ വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. അപ്പൊ അതിന്റെ ശേഷം അടുത്ത ആളെ കണ്ടെത്താൻ ഞങ്ങൾക്കൊരു കൺസൾട്ടേഷൻ വേണ്ടി വരുമല്ലോ. ഞങ്ങൾക്കത് വിവിധ തലങ്ങളിൽ ആലോചിക്കേണ്ടി വരും. IYC തലങ്ങളിലെ തീരുമാനങ്ങൾ അറിയേണ്ടി വരും. ഇവിടെ പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അത് ചെയ്യും. പക്ഷെ അതേ സമയം തന്നെ അവരവരുടെ സംഘടനാ പരിപാടികൾ പിന്നെ നിർത്തിവെച്ചിട്ട് എല്ലാവരും തന്നെ പ്രസിഡന്റ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരിക്കുകയല്ല. ഇവിടെ ഇപ്പൊ പാലക്കാടിന് പോലീസ് അതിക്രമത്തിനെതിരെ നിങ്ങൾ ഈ പറയുന്ന പാലക്കാട് 5 DYSP ഓഫീസ് മാർച്ച് പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ മരണം കാരണം ഇവിടുത്തെ മാറ്റിവെച്ചു. ബാക്കി സ്ഥലങ്ങളിലൊക്കെ മാർച്ച് നടക്കുക. സംസ്ഥാനത്ത് ക്ലിഫ് ഹൌസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ച്, അതിൽ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് സഹപ്രവർത്തകർ ജയിലിൽ പോയി. അവർക്ക് ഇന്നലെ മിനിഞ്ഞാന്നാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. അത്രയും ദിവസം അവരെ പിന്നെ തുറങ്കലിലടക്കാനാണ് പോലീസ് ശ്രമിച്ചത്. അപ്പൊ അവര് സമരരംഗത്തുണ്ട്, അവര് സേവന രംഗത്തുമുണ്ട്. സംഘടനാ പ്രവർത്തനം കെട്ടിപ്പൂട്ടി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് വന്നിട്ട് പുറത്തിറങ്ങുള്ളൂ പറഞ്ഞിട്ട് അവർ ഇരിക്കുകയല്ല. അതിന്റെ കീ പോസ്റ്റിലേക്കുള്ള ആളെ അധികം വൈകാതെ തന്നെ പാർട്ടി തീരുമാനിക്കും, യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കും. അത് പാർട്ടിയല്ല, യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്, IYC തീരുമാനിക്കും. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതേസമയം പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് നടന്നു പോകുന്നുമുണ്ട്. അതിന് പ്രസിഡന്റും അധികം വരും. വല്ലാണ്ട് വിഷമിക്കേണ്ട. അടിത്തട്ടിലും മേൽത്തട്ടിലും ആലോചിച്ചിട്ട് പ്രയാസപ്പെടേണ്ട. അടുത്തത് പൊതുവെ പറച്ചിലില്ല. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ. കയ്യിലിരിക്കുന്ന എന്നിട്ടും കേട്ടോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് പിന്നെ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഭാവന ശീതയുദ്ധം ഇപ്പൊ എവിടെ തൊട്ട് തുടങ്ങി എവിടെ എത്തി? ശീതയുദ്ധത്തിലെത്തി. നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. ഇവിടുത്തെ മുഖ്യധാരാ ചാനലുകൾ ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങൾ വാർത്ത കൊടുക്കുന്ന ശൈലി ഒരു തരത്തിലുള്ള റിയാലിറ്റി ചെക്കും നടത്താതെ ആ മൊമെന്ററി ആയിട്ടുള്ള വാർത്തകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. വാർത്ത കൊടുക്കുക എന്ന് പോലും ഞാൻ പറയില്ല, വാർത്ത സൃഷ്ടിക്കുക. ഞാൻ നേരിട്ട് അനുഭവിച്ച പാലക്കാട്ടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഇത്തരത്തിലുള്ള സംഭവത്തിന് ശേഷം നാട്ടുകാരും അതുപോലെ തന്നെ ജനങ്ങൾ തന്നെയാണ് ഇങ്ങനത്തെ കാര്യം പറഞ്ഞത്. ഈ യുവ MLA-മാരും അതുപോലെ തന്നെ പ്രധാന നേതാക്കന്മാരും തമ്മിൽ നാട്ടുകാരെല്ലാവരും നിങ്ങൾ വിളിച്ച് പറയാം ഇങ്ങനെ ഒരു ശീതയുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളത്. ഞങ്ങളും നാട്ടുകാരോട് സംസാരിക്കുന്നുണ്ടല്ലോ. എല്ലാ നാട്ടുകാരും വെച്ചിട്ട് ശീതയുദ്ധം എന്തായി കേട്ടാന്നല്ലല്ലോ ഞങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങള് ഈ പറയുന്ന ജനം ആഗ്രഹിക്കുന്ന ഭരണമാറ്റത്തിന്റെ സാഹചര്യം, ആ സാഹചര്യത്തെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ അതിന് ലീഡ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കുണ്ട്. കൈയടയുണ്ടോ? അവന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തോടു കൂടി പാർട്ടി നേതൃത്വവും പ്രവർത്തകനും ഒക്കെ പെരുമാറും. സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ജനങ്ങളുടെ മുമ്പിലുണ്ട്.
ആ ഇഷ്യൂസിനകത്ത് പരിഹാരം കണ്ടെത്താൻ ഇനിയൊരു മാറ്റം ജനം ആഗ്രഹിക്കുക. അത് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് ഇപ്പൊ പറയാനുള്ളത്.